ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ച ശേഷം താൽക്കാലികമായി പിരിഞ്ഞ നിയമസഭാ സമ്മേളനം ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. ബജറ്റിന്മേൽ ഇന്ന് മുതൽ പൊതുചർച്ച ആരംഭിക്കും. 15 വരെ തുടരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഭക്ഷ്യം, റവന്യൂ, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളെ ബജറ്റിൽ തഴഞ്ഞതിൽ CPIയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. ബജറ്റ് അവതരണ ശേഷം താൽക്കാലികമായി പിരിഞ്ഞ നിയമസഭാ സമ്മേളനം ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ് ഇന്നു മുതൽ 15 വരെ നടക്കുക. ഭക്ഷ്യം, റവന്യൂ, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളെ ബജറ്റിൽ തഴഞ്ഞതിനാൽ CPIയുടെ ഭാഗത്തുനിന്ന് സഭയിൽ പ്രതിഷേധ സ്വരം ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന് പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ CPI മന്ത്രിമാരുടെ പ്രയാസം തീർക്കുന്ന പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നടത്താനാണ് സാധ്യത. സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസ് തുടരുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട്ട് നിന്ന് വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തി അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണം കഴിഞ്ഞ് തിരികെ മടങ്ങാനാണ് ആലോചിക്കുന്നത്. വന്യജീവി ആക്രമണം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനാണ് സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് 15-ന് സഭ പിരിയുന്നത്. 4 മാസത്തെ ചെലവുകൾക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കിയാകും സഭ പിരിയുക. സമ്പൂർണ്ണ ബജറ്റ് അടുത്ത സാമ്പത്തിക വർഷമാണ് പാസാക്കുക. ജനം, തിരുവനന്തപുരം.